Hi dears, welcome to Language Lab. QA എക്സാമിനേഷന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എറർ ഡിറ്റക്ഷൻ. അതിൻ്റെ അകത്ത് തന്നെ ഒരു ടോപ്പിക്കാണ് നമുക്ക് ടെൻസസ് എന്ന് പറയുന്നത്. സോ ടെൻസസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് അസൈൻമെൻറ്റ് ബിഫോർ ദ ടീച്ചർ വിൽ ആസ്ക് ഫോർ ഇറ്റ്, നോ എറർ. അപ്പോൾ ഇങ്ങനെ ഒരു 4 ഭാഗത്ത് നമുക്ക് ABCD നിന്നുണ്ട്. ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക്, ആ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഈ സെൻറ്റൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് തോന്നുന്നത്? യെസ്, എവിഡൻ്റ്ലി നമുക്കത് സി എന്ന് പറയുന്ന ഭാഗത്ത് വിൽ ആസ്ക് ഫോർ ഇറ്റ് ആണ് നമുക്ക് അവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ചില ക്ലൂ വേർഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യെസ്റ്റർഡേ അല്ലെങ്കിൽ ടുമോറോ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാം ഇത് അതാണ്. യെസ്റ്റർഡേ ആണെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെ ടുമോറോ ആണെങ്കിൽ ഫ്യൂച്ചർ ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ ഒരു വേർഡ് ഇല്ലെങ്കിൽ വേഗം നമ്മൾ അതിൻ്റെ വേർബിലേക്ക് പോവുക. ഇവിടെ ഏതാണ് വേർബ് എന്ന് പറയുന്നത്? ഹാഡ് കംപ്ലീറ്റഡ് ആണ് വേർബ്. ഹാഡ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഏത് ടെൻസ് ആണ്? ഒബ്വിയസ്ലി പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. 2 ആക്ഷൻസ് മുന്നേ നടക്കുകയും അതിലൊന്നിന് മുമ്പേ നടന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഇവിടെ ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തുടങ്ങിയിട്ടുള്ള ഒരു സെൻറ്റൻസ് അതിൻ്റെ രണ്ടാമത്തെ ഫേസിലെത്തുമ്പോൾ വിൽ ആസ്ക് ഫോർ ഇറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് എവിഡൻ്റ് ആണ്. കാരണം വിൽ ഫ്യൂച്ചർ ആണ്, ആസ്ക് അല്ലെ, വിൽ ആസ്ക് എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. സോ അവിടെയാണ് മിസ്റ്റേക്ക് എന്ന് വേഗം ഐഡൻറ്റിഫൈ ചെയ്യുക. ആസ്ക് അല്ല വരിക, ആസ്ക്ഡ് ആണ് വരിക. നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി, ശരി ഉത്തരവൊന്നും എഴുതേണ്ടതില്ല. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ ആം നോയിങ് ഹർ സിൻസ് വി വർ ഇൻ സ്കൂൾ, നോ എറർ. 4 മിസ്റ്റേക്സ് എവിടെയാണ് നമ്മൾ 4 ഓപ്ഷൻസ് ഉണ്ട്, എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കണം? ഇവിടെ ഐ ആം നോയിങ് ഹർ സിൻസ് വി വർ ഇൻ സ്കൂൾ, സ്കൂൾ കാലം മുതൽ എനിക്ക് അവളെ അറിയാമെന്നാണ് അതിൻ്റെ മലയാളം മീനിങ് അല്ലേ. ഇവിടെ മിസ്റ്റേക്ക് തന്നെയാണ്. ആം നോയിങ് ഹെർ എന്ന് നമ്മൾ പറയൂല. എന്തുകൊണ്ടാണ്? യെസ്, ആം നോയിങ് ഹെർ എന്നല്ല, നമ്മൾ ഐ ഹാവ് നോൺ ഹെർ എന്നാണ് പറയേണ്ടത്. ഐ ഹാവ് നോൺ ഹെർ. ഓക്കെ, അപ്പോൾ ഇനിയൊരു സംശയം ഉണ്ടാവാം, പണ്ട് തുടങ്ങിയൊരു കാര്യം അല്ലേ, സ്കൂൾ ടൈം മുതൽ എനിക്ക് ഇന്നും അവളെ അറിയാമെന്നാണ് പറയുന്നത്. പണ്ട് തുടങ്ങിയൊരു കാര്യം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളതിനെ നമ്മൾ പാസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലല്ലേ പറയാ. എന്ന് വെച്ചാൽ ഹാവ് ബീൻ ഉപയോഗിക്കേണ്ടതാണ് അടുത്ത അല്ലെങ്കിൽ ടെൻസ് അറിയാവുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഡൗട്ട് എന്ന് പറയുന്നത്. അവിടെ മനസ്സിലാക്കുക, ഈ ഒരു വേർഡ് നോ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ നോയിങ് എന്ന് പറയുന്ന വേർഡ് അതൊരു ആക്ഷനെ കാണിക്കുന്നതല്ല അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റഡിങ് എന്നോ വാക്കിംഗ് എന്നോ റണ്ണിങ് എന്നോ ഒന്നും പറയുന്നത് പോലെയല്ല ഈ നോ എന്ന് പറയുന്നത്. അതൊരു സ്റ്റാറ്റിക് വേർബ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളൊരു അറിവിനെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കാനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. സോ അവിടെ നമ്മൾ ഹാവ് നോൺ എന്ന് തന്നെയാണ് പറയുക. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മയിലുണ്ടാവുക. 2 രീതിയിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കീപ്പ് ഇറ്റ് മൈൻഡ്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ഷീ ഹാസ് റിട്ടൺ 5 novels ബൈ ദ ടൈം ഷീ ടേൺഡ് 30. 30 ആകുമ്പോഴേക്കും അവൾ 5ഓളം നോവലുകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെയാണ്. എന്താ വെച്ചാൽ 2 കാര്യങ്ങൾ ഇവിടെ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ ഐ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഹാഡ് ഗോൺ എന്ന് പറയുന്നത് പോലെ, ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ബസ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ആക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം ഏതാണ് നടന്നത്? ആദ്യം ബസ് പോയതാണ്. എങ്ങനെ മനസ്സിലായി? അതിന് മുമ്പിൽ നമ്മൾ ഹാഡ് ചേർത്തിട്ടുണ്ട് അല്ലേ. വെൻ ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ്. ഏതാ ആദ്യം നടന്നത്? ഹാഡ് ഡൈഡ് അല്ലേ. ഇതുപോലെയാണ് ഈ സെൻറ്റൻസും. ഷീ ഹാസ് റിട്ടൺ 5 novels എന്നല്ല വരേണ്ടത്. ഹാസ് റിട്ടൺ എന്ന് പറയുമ്പോൾ അത് തൊട്ട് മുന്നേ നടന്നൊരു കാര്യം പറയാനാണ് ഹാസും ഹാവും ഒക്കെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുക. ഇവിടെ അങ്ങനെ പോരാ, കാരണം 30 ആകുമ്പോഴേക്കും എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പാസ്റ്റ് ടെൻസ് അപ്പുറത്തുണ്ട്. സോ നമ്മൾ അതിന് മുമ്പേ ഉപയോഗിക്കേണ്ടത് എന്താണ്? യെസ്, ഹാഡ് റിട്ടൺ എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ദേ ഡാഷ് ഈച്ച് അതർ സിൻസ് 2002. ദേ നോൺ ആണോ അല്ലെങ്കിൽ ഹാവ് നോൺ, ആർ നോൺ, ഹാഡ് നോൺ, വേർ നോൺ? 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയായ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.